നോമ്പുകാലത്തിൻ്റെ സർവവും സ്വയം സമർപ്പിച്ചും അനുഭവിച്ചും ഈ പുണ്യമാസം നമുക്ക് നൽകിയ പ്രാർത്ഥനാ ദിനങ്ങൾ പതിയെ നമുക്ക് മുന്നിലൂടെ വഴിമാറുകയാണ്. ആ സങ്കടത്തോടെ അടുത്ത വ്രതമാസക്കാലത്തിനായി കാതോർക്കുമ്പോൾ വരാനിരിക്കുന്ന പെരുന്നാൾ ദിനത്തിൻ്റെ പ്രതീക്ഷകൾ നമ്മെ മുന്നോട്ട് നയിക്കുകയാണ്. ആ മനോഹാരിത ഒട്ടും ചോർന്നു പോകാതെ പെരുത്ത സന്തോഷത്തോടെ നമ്മുടെ പെരുന്നാൾ കുരുവികളും പാടുകയായി. ലാമിയ സിൽക്സ് കുട്ടിപ്പട്ടുറുമാൽ സീസൺ 2 സെലിബ്രേറ്റഡ് ബൈ മരിയാസ് പിക്കിൾസിൻ്റെ മറ്റൊരു മനോഹരമായ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ലാമിയ സിൽക്സ് കുട്ടിപ്പട്ടുറുമാൽ സീസൺ 2 വിജയികളെ കാത്തിരിക്കുന്നത് സുൽത്താൻ ഗോൾഡ് ഇന്റർനാഷണൽ സ്പോൺസർ ചെയ്യുന്ന 5 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളാണ്. നല്ലൊരു സംഗീത അധ്യാപകനെ പോലെ, നല്ലൊരു സംഗീത അധ്യാപികയെ പോലെ, ഒരു നല്ല അമ്മയെ പോലെ, നല്ലൊരു അച്ഛനെ പോലെ നമ്മുടെ കുരുന്നു പ്രതിഭകൾക്ക് ശരിയായ വഴി കാട്ടിക്കൊടുക്കുന്ന പ്രിയപ്പെട്ട ജഡ്ജസ്, അവരെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. ആദ്യമായി നമ്മുടെ പ്രിയ ഗായിക സജ്ല. എനിക്ക് സ്വാഗതം ചെയ്യാനുള്ളത് മറ്റൊരു നല്ല ഗായികയും ജഡ്ജും ഒക്കെയായ ഷബ്നത്തെയാണ്. ഷബ്നം, സ്വാഗതം. ഇനി എനിക്ക് സ്വാഗതം ചെയ്യാനുള്ളത് കുട്ടിപ്പട്ടുറുമാലിൻ്റെ എല്ലാമായ നമ്മുടെ കുരുന്നുകൾക്ക് എല്ലാ സപ്പോർട്ടും നൽകുന്ന ഫിറോസ്കയാണ്. ഫിറോസ്ക, സ്വാഗതം. എപ്പോഴും നമ്മുടെ കുഞ്ഞ് പ്രതിഭകൾക്ക് നമ്മുടെ ഓർക്കസ്ട്ര ടീമിൻ്റെ ഒരു പെർഫോമൻസ് അവർ നന്നായി സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ വലിയ ഇൻസ്പിറേഷനാണ്. അപ്പോൾ തീർച്ചയായും നമുക്ക് ഓർക്കസ്ട്ര ടീമിനെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യണം. വെൽക്കം. ലാമിയ സിൽക്സ് കുട്ടിപ്പട്ടുറുമാൽ സീസൺ 2 സെലിബ്രേറ്റഡ് ബൈ മരിയാസ് പിക്കിൾസിന്റെ ഈ വേദിയിൽ നോമ്പ് കാലം റൗണ്ടിൽ നല്ലൊരു പാട്ടുമായി എത്തുകയാണ് അസർ. ഹായ് അസർ. ഹായ്. നോമ്പുകാലം റൗണ്ടിൽ ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ഞാൻ ശവ്വാല് മാസം നിലാവ് തെളിഞ്ഞ എന്നുള്ള പാട്ടാണ്. 2 ലൈൻ പാടാമോ? ശവ്വാല് മാസ നിലാവ് വിരിഞ്ഞ് ഷറഫുറ്റ ഈദുൽ ഫിത്ർ തെളിഞ്ഞ് ശവ്വാല് മാസ നിലാവ് വിരിഞ്ഞ് ഷറഫുറ്റ ഈദുൽ ഫിത്ർ തെളിഞ്ഞ്. നല്ല പാട്ടാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അസർ ചേച്ചി, നമ്മളെല്ലാവരും പെരുന്നാളിൻ്റെ ആ ഒരു സന്തോഷം അനുഭവിക്കുകയും പങ്കുവെക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന ഈ സമയത്ത് അസർ പാടാൻ പോകുന്നത് എന്തിനെക്കുറിച്ചുള്ള പാട്ടാണ്? നോമ്പിനും ഷവ്വാൽ മാസം പിറന്നതിന് അല്ലേ? ഷവ്വാൽ മാസം അല്ലേ അതിൻ്റെ തീം? ഷവ്വാൽ മാസം പിറക്കുന്നതിനെ പറ്റിയുള്ള ഒരു പാട്ടാണ്. അപ്പോൾ അസർ എന്താണ് ഒരു കള്ളച്ചിരി ഉണ്ടല്ലേ? എപ്പോഴും ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അസറിൻ്റെ മുഖത്തൊരു ചേച്ചി എന്താണ് ചോദിക്കാൻ പോകുന്നതെന്നുള്ള ആകാംക്ഷയാണോ? ആണ്. അസറിൻ്റെ ഇന്നത്തെ ഈ ഒരു വൈറ്റ് ആൻഡ് വൈറ്റ് കോസ്റ്റ്യൂം അസറിൻ്റെ സെലക്ഷൻ ആണോ? സ്റ്റാർ ഓഫ് ദി എപ്പിസോഡ്. ഓ, സ്റ്റാർ ഓഫ് ദി എപ്പിസോഡായിട്ട് കിട്ടിയ ഗിഫ്റ്റ് ആണ്. ആഹാ, എന്നിട്ട് അതൊരു ഉന്മേഷത്തോടെ നല്ലൊരു കയ്യടി കൊടുക്കാം കേട്ടോ. നമ്മുടെ എപ്പിസോഡിലെ സ്റ്റാർ ആയിരുന്നു, അപ്പം ഗിഫ്റ്റ് കിട്ടിയ ഡ്രസ്സാണ്. അപ്പോൾ നന്നായിട്ട് അസറിന് അത് സൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സൗന്ദര്യം തീർച്ചയായിട്ടും പാട്ടിലും പ്രതിഫലിക്കട്ടെ. എല്ലാ വിശ്വസിക്കുന്നു സർ. താങ്ക് യു. ശവ്വാല് മാസ നിലാവ് വിരിഞ്ഞ് ഷറഫുറ്റ ഈദുൽ ഫിത്ർ തെളിഞ്ഞ് ശവ്വാല് മാസ നിലാവ് വിരിഞ്ഞ് ഷറഫുറ്റ ഈദുൽ ഫിത്ർ തെളിഞ്ഞ് തക്ബീർ ധ്വനികളി മണ്ണിൽ മുഴങ്ങി തക്ബീർ ധ്വനികളി മണ്ണിൽ മുഴങ്ങി തെളിവേറും ചെറിയ പെരുന്നാള് തുടങ്ങി തെളിവേറും ചെറിയ പെരുന്നാള് തുടങ്ങി. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ശവ്വാല് മാസ നിലാവ് വിരിഞ്ഞ് ഷറഫുറ്റ ഈദുൽ ഫിത്ർ തെളിഞ്ഞ് ശവ്വാല് മാസ നിലാവ് വിരിഞ്ഞ് ഷറഫുറ്റ ഈദുൽ ഫിത്ർ തെളിഞ്ഞ്.
അതിമോദത്താൽ ചൊല്ലി പെരുന്നാൾ പാട്ട്, അതിമോദത്താൽ ചൊല്ലി പെരുന്നാൾ പാട്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ശവ്വാൽ മാസ നിലാവ് വിരിഞ്ഞ്, ഷറഫുറ്റ ഈദുൽ ഫിത്ർ തെളിഞ്ഞ്. ശവ്വാൽ മാസ നിലാവ് വിരിഞ്ഞ്, ഷറഫുറ്റ ഈദുൽ ഫിത്ർ തെളിഞ്ഞ്. സന്ദേശം വന്നു, ചെറിയ പെരുന്നാൾ സന്ദേശം വന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ശവ്വാൽ മാസ നിലാവ് വിരിഞ്ഞ്, ഷറഫുറ്റ ഈദുൽ ഫിത്ർ തെളിഞ്ഞ്. ശവ്വാൽ മാസ നിലാവ് വിരിഞ്ഞ്, ഷറഫുറ്റ ഈദുൽ ഫിത്ർ തെളിഞ്ഞ്. തക്ബീർ ധ്വനികളി മണ്ണിൽ മുഴങ്ങി, തക്ബീർ ധ്വനികളി മണ്ണിൽ മുഴങ്ങി. തെളിവേറും ചെറിയ പെരുന്നാൾ തുടങ്ങി, തെളിവേറും ചെറിയ പെരുന്നാൾ തുടങ്ങി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ശവ്വാൽ മാസ നിലാവ് വിരിഞ്ഞ്, ഷറഫുറ്റ ഈദുൽ ഫിത്ർ തെളിഞ്ഞ്. ശവ്വാൽ മാസ നിലാവ് വിരിഞ്ഞ്, ഷറഫുറ്റ ഈദുൽ ഫിത്ർ തെളിഞ്ഞ്. അസർ, ഷവ്വാൽ മാസ നിലാവ് പിറന്നു അല്ലേ? നല്ലൊരു പാട്ടാണ് സെലക്ട് ചെയ്തത്. എങ്ങനെയുണ്ടായിരുന്നു? അസറിന് എന്ത് തോന്നി പാടിയിട്ട്? കുഴപ്പമില്ല. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ഈ കണ്ടസ്റ്റൻസിൽ ഓരോരുത്തരുടെ ഹാൻഡ് എക്സ്പ്രഷനും ഓരോരോ പ്രത്യേകതയാണ്. അസറിൻ്റെ ഈ പാട്ട് പാടുന്ന സമയത്ത് എനിക്ക് അവിടെ നിന്ന് നോക്കുമ്പോൾ തോന്നിയത് എന്താണെന്നറിയോ? ഈ കീബോർഡിൽ ടൈപ്പ് ചെയ്തുകൊണ്ട് പാട്ട് പാടുന്ന കലാകാരൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ. ടൈപ്പ് ചെയ്താണ് അസർ പാട്ട് പാടുന്നത്. അപ്പോൾ എന്തായാലും അസർ കുട്ടാ, നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം അല്ലേ അഭിപ്രായം. സജില, നല്ലൊരു പാട്ടല്ലേ? നിലമ്പൂർ ഷാജിയാണ് പാടിയിരിക്കുന്നത്. ബാപ്പു വെള്ളിപ്പറമ്പ് TC കോയ കോമ്പിനേഷനാണ്. ഭയങ്കര എന്താ ഫീൽ ചെയ്യുന്നൊരു ട്യൂണാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. പിന്നെന്താ പറയുക, മോന് പരമാവധി പാടിയിട്ടുണ്ട് കേട്ടോ, അത്രയും ഞാൻ പറയുള്ളൂ. എക്സലൻ്റ് എന്ന് ഞാൻ പറയില്ല. പിന്നെന്താ പറയുക, നമ്മളുടെ ഇപ്പം നോമ്പ് കഴിഞ്ഞു, പെരുന്നാൾ കഴിഞ്ഞു, അതിൻ്റെ ആഘോഷങ്ങളിങ്ങനെ തീർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? പെരുന്നാളൊക്കെ ആഘോഷിച്ചോ? നന്നായിട്ട് നന്നായി ആഘോഷിച്ചു ആന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ സംശയത്തിൻ്റെ ഉസ്താദാണ് അല്ലേ നീ?
അത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഞാൻ വിചാരിച്ചു അസർ സ്റ്റേജിലെത്തിയാൽ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. ഞാൻ എല്ലാവരോടും പറയാനിരിക്കുമായിരുന്നു അസറിനെ കണ്ട് പഠിക്കണം, ഭയങ്കര കോൺഫിഡൻസ് സിംഗറാണ് എന്നൊക്കെ പറയാനിരിക്കുമ്പോഴാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്. സംശയത്തിൻ്റെ ഉസ്താദ് തന്നെയാണ്. കയറുമ്പോഴേ ഭയങ്കര ടെൻഷനാണ്, ആൾക്ക് സംഗതികൾ വരുമോ എന്നൊക്കെയുള്ള ടെൻഷൻ ഉണ്ട് അല്ലേ അസറിന്? എന്തിനാ ആ ടെൻഷൻ? നന്നായി പാടുന്ന കുട്ടികൾ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്തിനാ ടെൻഷൻ വരുന്നത്? അസറിൻ്റെ അടുത്ത് ഞാൻ വളരെയധികം പ്രതീക്ഷിക്കുന്നു. പക്ഷേ ആ ഒരു പ്രതീക്ഷ ഈ പ്രാവശ്യം തെറ്റിച്ചു അസർ. എന്നാലും പാടി മോനെ, പാടിയിട്ടില്ല എന്ന് പറയില്ല, നല്ല കഴിവുള്ള കുട്ടിയാണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് മോനെ. പിന്നെ പല്ലവിയിൽ മണ്ണിൽ മുഴങ്ങി എന്നൊക്കെ ഉള്ളിടത്ത് കുറച്ചുകൂടെ ഒന്ന് ശ്രുതിയിൽ ചേരണം കേട്ടോ. അത് പിന്നെ അനുപല്ലവിയിലെ ടഫ് പോർഷൻസൊക്കെ നിങ്ങൾ പാടുമ്പോഴേ അപ്പം നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, നിങ്ങൾ എന്ത് വൃത്തിയായിട്ട് പാടുന്ന ആ ഒരു സന്തോഷം ഭയങ്കരമാണ് കേട്ടോ. അനുപല്ലവിയൊക്കെ ഞെട്ടിച്ചു ആ ഒരു തുടക്കത്തിലുള്ള പ്ലാൻസൊക്കെ. അസർ ബി കൂൾ, ഓക്കെ? ഞാൻ അതിനൊന്നും പറഞ്ഞിട്ടില്ല, നല്ല കമൻസാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അനുപല്ലവിയൊക്കെ അടിച്ചു പൊളിച്ചു പാടി. സംഗതി അസർ കരയുന്ന കാണാൻ ഒരു ഭംഗിയില്ല കേട്ടോ. അസർ എന്തൊരു സുന്ദരനാണ് അല്ലേ? അസർ എന്ത് ഭംഗിയുള്ള കുട്ടിയാണ്. ആ കുട്ടി കരയുന്ന കാണുമ്പോൾ തീരെ ഭംഗിയില്ല. കരയണ്ട, ഇവിടെ മാർക്ക് എന്താ പൂജയാണോ നിനക്ക് തന്നത്? മാർക്കിൻ്റെ സെക്ഷനൊന്നും എത്തിയിട്ടില്ല. മാർക്കൊക്കെ കേട്ടിട്ട് നീ വേണമെങ്കിൽ കരഞ്ഞോ. മാർക്ക് ഭയങ്കര താഴെയാണെങ്കിൽ നീ കരഞ്ഞോ. ഞാൻ കരയണ്ടെന്ന് അറിയില്ല. ഇപ്പം കരയരുത് കേട്ടോ. കരഞ്ഞാൽ ഞാൻ മാർക്ക് കുറക്കും. കരയരുത്. നന്നായി പാടി അസർ. മോൻ്റെ ഈ സംഗതികളൊക്കെ കുറച്ചുകൂടെ ഒന്ന് അസറിൻ്റെ അടുത്ത് വരുന്ന ആ ഒരു സംഗതിയുടെ പെർഫെക്ഷൻ കിട്ടിയില്ല എന്നേ പറഞ്ഞുള്ളൂ. മോൻ പാടിയിട്ടുണ്ട്, ഭയങ്കര ടഫ് സോങ് ആണ്. ആ ഒരു ടഫ് സോങ് മോനെ അറ്റംപ്റ്റ് ചെയ്തതിൽ തന്നെ ഞാനൊരു മാർക്ക് കൂടുതൽ തരും മോനെ. നന്നായിട്ട് പാടി അസർ. പിന്നെ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പോർഷൻ എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹു. ആ ഒരു പോർഷനിൽ എല്ലാ പോർഷനും മോൻ ഭംഗിയായിട്ട് പാടി കേട്ടോ. ഭയങ്കര ഫീൽ ചെയ്തു മോനെ ആ ഒരു പോർഷനൊക്കെ. ഞാൻ നന്നായിട്ട് കോറസും നന്നായി സപ്പോർട്ട് ചെയ്തു. നന്നായി അസർ. താങ്ക് യു സജില. അസർ, നമ്മുടെ ജഡ്ജസ് ഈ പാട്ടൊക്കെ കേട്ടിട്ട് നിങ്ങൾക്കുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ചൂണ്ടിക്കാണിച്ചു തരാണ്. ഇനി അടുത്ത പെർഫോമൻസിൽ ഇതിൽ നിന്ന് നന്നാക്കാൻ അല്ലേ. അപ്പോൾ അസർ കരഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇനിയിപ്പോൾ ഫിറോസ്കയും ഷബ്നത്തേക്ക് വിചാരിക്കും, അയ്യോ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അസർ ഇനി കരയോ. അപ്പോൾ തെറ്റ് തിരുത്തിയാലല്ലേ നമുക്ക് ശരി പഠിക്കാൻ പറ്റൂ, വേണ്ടേ? അപ്പം നമുക്ക് ചോദിക്കാം, ചിരിച്ചുകൊണ്ട് ആരോട് ചോദിക്കാം? നമുക്ക് ഫിറോസ്കയോട് ചോദിക്കാം. ഓക്കെ ഫിറോസ്ക. അസറേ, എന്താണെടാ ആണുങ്ങളല്ലേ, നമ്മളിങ്ങോട്ട് വാ. നീ എന്തൊരു പാടലാ പാടിയത്, പിന്നെ എന്തിനേ കരയുന്നത്? സംഗതി ഒന്ന് മിസ്സായി എന്ന് പറഞ്ഞിട്ടോ? ഒരു ചെറിയ സംഗതി മിസ്സായി എന്ന് പറഞ്ഞിട്ടാ കരയുന്നത്? ആണോ? ഞാൻ പറയാം, പോയി നിൽക്ക്. ചിരിച്ചുകൊണ്ട് കരയുന്ന പാർട്ടിസിപ്പന്റിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ചിരിയുകൊണ്ട് കരച്ചിലുകൊണ്ട് ഇടയ്ക്ക് സന്തോഷ കണ്ണീരാണ്. ഇപ്പോ നന്നായി പാടിയ സാറേ. ഇനി കരച്ചിലിന്നൊക്കെ അങ്ങോട്ട് വിട്. ചോദിക്കട്ടെ, റംസാൻ പാട്ടുകൾ കഴിഞ്ഞു, നമ്മളൊരു മാസം കടന്നു, പെരുന്നാൾ ആഘോഷിച്ചോ? ബിരിയാണി ആയിരുന്നോ? ബിരിയാണിയാ? ഏത് ബിരിയാണിയാ ഇഷ്ടം ശരിക്കും? ഉമ്മയോടൊക്കെ പറഞ്ഞത് ഏത് ബിരിയാണിയാ? ഞങ്ങളുടെ അവിടെ കുറേ ബിരിയാണി ഉണ്ട്. ഫിഷ് ബിരിയാണി, ചിക്കൻ ബിരിയാണി, എഗ് ബിരിയാണി, മട്ടൻ. ഏത് ബിരിയാണി ഇഷ്ടം? ചിക്കൻ ബിരിയാണി. ഓ, ചിരിച്ചു അസർ. ഇനി എനിക്ക് മരിച്ചാലും വേണ്ടില്ല. അസർ ചിരിച്ചു. ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞപ്പോൾ എന്താ ചിരിയൊക്കെ പോയി, കണ്ണീരൊക്കെ എവിടെയോ ഓടി മറഞ്ഞു. നന്നായി പാടി കേട്ടോ, ഉഷാറായി പാടി മോനിത്. നല്ല ടഫ് സോങ് ആയത്. ഇത് ടി സി കോയക്കയുടെ ഒരു വല്ലാത്ത ട്യൂണാണ്. ടി സി കോയക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്യൂണുകളൊക്കെ കൊടുക്കുന്ന ഒരു തബലിസ്റ്റാണ്, മ്യൂസിക് ഡയറക്ടറുമാണ്. പിന്നെ എന്തോ മോന് വോയിസിൽ എന്തോ ഒരു ഡിസ്കംഫർട്ട് എന്ന് എനിക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്തു. അതുണ്ടോ? അത് ചെറുതായിട്ടുണ്ട്, അതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. പിന്നെ ടീം നന്നായി സഹായിച്ചു. തക്ബീർ മനോഹരമായിട്ട് പാടില്ലേ? തക്ബീർ നമ്മളിങ്ങനെ കേട്ട് അതിൽ നിന്ന് നമ്മളിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇനി നമ്മൾ ഇല്ലേ, ഇതെല്ലാം കഴിഞ്ഞ് ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു പുതിയ എല്ലാ മാർക്കറ്റുകളൊക്കെ സജീവമാവുന്ന സമയത്താണ് പിന്നെ നമ്മൾ ഉള്ളത് അല്ലേ? പെരുന്നാളെല്ലാം കഴിഞ്ഞു, ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ മോൻ നന്നായി പാടി കേട്ടോ. താങ്ക് യു ഫിറോസ്ക. ഷബ്നം, മോൻ
ഇത് ശരിക്കും പറഞ്ഞാൽ സീനിയേഴ്സൊക്കെ എടുത്ത് കോമ്പറ്റീഷന് പാടുന്ന പാട്ടാണ്. അത്ര ടഫാണ്. നല്ല റേഞ്ചുള്ള തിങ്സാണ് ഇതിനകത്ത് വരുന്നതല്ല. അതുകൊണ്ട് അസർ എപ്പോഴും എടുക്കുന്ന അങ്ങനത്തെ പാട്ടാണ് അസറിന് മാച്ച് ആവുന്നത്. നല്ല പെർഫെക്റ്റ് സിംഗറാണ് അസർ, അത് തെളിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിലൊരു സംശയമേ ഇല്ല. അസറിനോട് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണമെന്നൊന്നും പറഞ്ഞു തരേണ്ട കാര്യമല്ല. എല്ലാം അതിൻ്റെ രീതിക്ക് അറിയാവുന്ന ഒരു സിംഗറാണ് മോൻ, അല്ലേ? അതുമല്ല, എനിക്ക് തോന്നി ഇന്ന് എന്തോ ഒരു കൺഫ്യൂഷൻ ആദ്യം തുടക്കത്തിൽ തന്നെ ഓർക്കസ്ട്രയുമായിട്ട് എന്തോ ഒരു ഉണ്ടായിരുന്നില്ലേ, ഒരു പല്ലവി റിപ്പീറ്റിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ കോറസിൻ്റെ എന്തോ ഒന്ന് മോൻ പാടാൻ പറഞ്ഞപ്പോൾ അവർ 3 പേരും ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കുന്ന കണ്ടു. അങ്ങനെ എന്തൊക്കെയോ ഒരു കൺഫ്യൂഷൻ ഇന്ന് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു അസറിന് എന്തോ ഒരു ഡിസ്കംഫർട്ട് ഉണ്ടായിരുന്നു ഇന്ന്. വോയിസിനും ചെറിങ്ങനെ ഒരു വെള്ളി പോലെ എന്തോ കേട്ടു ഇടയ്ക്ക് ഒരു സംഗതി പാടിയപ്പോൾ. എന്തായാലും കരയേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യം ഇത് നമ്മുടെ ഒരു കോമ്പറ്റീഷനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിസിപ്പേഷൻ ഉള്ളതാണ്. അത് മോൻ കേട്ടിട്ടില്ലേ? അല്ലാതെ നമ്മൾ വിൻ ചെയ്യുമോ അങ്ങനെ, അത് എന്തോ ആവട്ടെ, നമ്മൾ നമ്മുടെ മാക്സിമം വന്ന് നിന്ന് പാടുക, അത്രേ ഉള്ളൂ. താങ്ക് യു ഷബ്നം. അസറിൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ, ക്ലാസ്സിൽ എപ്പോഴും ഫസ്റ്റ് റാങ്ക് വാങ്ങുന്ന കുട്ടിക്ക് പരീക്ഷയ്ക്ക് ഫുൾ മാർക്കിൽ 1 മാർക്ക് കുറഞ്ഞു പോവോ എന്നുള്ളൊരു ടെൻഷൻ. ആ ടെൻഷനാണല്ലേ. എത്ര തവണ ഫുൾ മാർക്ക് കിട്ടി? 2 പ്രാവശ്യം 100/100 കിട്ടി അല്ലേ? അപ്പോൾ അതാണ് അസറിനെ വിഷമിപ്പിക്കുന്ന കാര്യം, ഇപ്രാവശ്യം ഫുൾ മാർക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. പക്ഷെ എന്തായാലും ഇന്നത്തെ പെർഫോമൻസിന് ഒരു മാർക്ക് നമ്മുടെ ജഡ്ജസിന് തന്നേ പറ്റും. നമുക്ക് ചോദിക്കാം. ഓക്കെ, ഫിറോസ്ക 40-ൽ എത്ര മാർക്കാണ്? 39/40. സജില 30-ൽ എത്ര മാർക്ക്? 29/30. ഷബ്നം 29.5. 29.5. സോ അസറിന് കിട്ടിയിരിക്കുന്ന ടോട്ടൽ മാർക്ക് 97.5. 97 മാർക്ക്. അപ്പോൾ ഒട്ടും ഡിസപ്പോയിൻറ്റഡ് ആവേണ്ട കാര്യമില്ല. അടുത്ത റൗണ്ടിൽ നമ്മൾ 100/100. ഓക്കെ, എഗ്രീഡ്? സമർപ്പണം റൗണ്ടിൽ ഇനി പെർഫോം ചെയ്യാൻ എത്തുന്നു അഞ്ജലി. ഹലോ അഞ്ജലി. ഹായ്. സമർപ്പണം റൗണ്ടിൽ ഏത് പാട്ടാ പാടാൻ പോകുന്നത്? കൈബാലയം. ആർക്കാ സമർപ്പിക്കുന്നത്? MA അസീസ്. അത് 2 ലൈൻ പാടാമോ? കൈബാലയം കൈബാലയം കരളിനു ശാന്തി നൽകും കൈബാലയം 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 കരളിനു ശാന്തി നൽകും കൈബാലയം. നല്ല പാട്ടാ. ഓൾ ദ ബെസ്റ്റ്. അഞ്ജലി ചേച്ചി, സമർപ്പണം റൗണ്ടിൽ ആർക്കുള്ള സമർപ്പണവുമായിട്ടാണ് എത്തിയിരിക്കുന്നത്? MA അസീസ്കായിട്ടാണ്. അഞ്ജലി വെൽ പ്രിപ്പയർഡ് ആണോ പാട്ട് പാടാൻ? നന്നായി പഠിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും MA അസീസ്ക്കുള്ള ഈ സമർപ്പണം നന്നായിട്ട് പാടുക. ഞാനും പറഞ്ഞിരിക്കുന്നു, നമ്മുടെ പ്രേക്ഷകരുടെ എല്ലാം വിഷസ് ഉണ്ട് അഞ്ജലിക്കൊപ്പം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കൈബാലയം കൈബാലയം
പരിശുദ്ധ കാബയെ പറ്റിയിട്ടുള്ള ഒരു പാട്ടല്ലേ? ലോകത്തുള്ള എല്ലാ മുസൽമാന്മാരും ഒന്ന് കാണണം, എത്തിപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന പരിശുദ്ധ കാബ. ഭൂമിയുടെ ഭൂമിയുടെ ഒത്ത നടുക്കാണ് എന്നൊക്കെ പാടിയില്ലേ? ഇല്ലേ? പാടിയില്ലേ? അങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പന കൊണ്ട് ഇബ്രാഹിം നബി പുതുക്കി പണിത അല്ലേ? അങ്ങനെയൊക്കെയല്ലേ പാടിയത്? അപ്പോൾ അഞ്ജലിയുടെ പാട്ട് പാടി കഴിഞ്ഞപ്പോൾ അഞ്ജലിക്ക് എന്ത് തോന്നി? അപ്പോൾ അഞ്ജലി കുട്ടി എന്തായാലും ഞാൻ കൂടുതൽ കൺഫ്യൂസ് ചെയ്യുന്നില്ല. അഞ്ജലി, നമുക്ക് ജഡ്ജസിനോട് അഭിപ്രായം ചോദിക്കാം. ഫിറോസിക്ക നന്നായി പാടി കേട്ടോ. താങ്ക് യു. ടഫ് സോങ് ആണ് മോളെ. റെൻഡർ ചെയ്തത് ആർക്കാണ്? MA അസീസ്കയ്ക്ക് അല്ലേ? ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞാൻ MA അസീസ്കയുടെ കൂടെ എനിക്ക് തോന്നുന്നു മാത്രമേ പാടാത്തതുള്ളൂ. പാടാത്തത് മീൻസ് കൂടെ പാടിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ തബല വായിച്ചിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തെ പറ്റി പറയുന്നത് കേട്ടതും അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ചപ്പോഴും കിട്ടിയ ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, തലത് മെഹ്മൂജിയോടാണ് പലരും അദ്ദേഹത്തെ ഉപമിക്കുക. വൈബ്രേഷൻ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ, അങ്ങനെയാണ്. റസൂലേ റസൂലേ സന്മാർഗപ്പൂമനമേ മണ്ണിൽ, അങ്ങനെ പാടുക. അങ്ങനത്തെ ഒരു സംഗതികൾ ഇങ്ങനെ പടപടാന്ന് വരും. തലത് മെഹ്മൂജി അങ്ങനെയാണ് പാടുക, വൈബ്രേഷനാണ് ഉണ്ടാവുക. പിന്നെ ഉടയോൻ പടച്ചവരെ ഉലകിൽ ജനിച്ചവരെ നേരെ നന്മയിലാഹിനെ മറന്നവരെ ഉടയോൻ പടച്ചവരെ, അങ്ങനെ പാടി നിർത്താം. ഞാനത് അങ്ങനെ തന്നെ പാടിയത്. അദ്ദേഹം അനുകരിച്ച് പാടാൻ ശ്രമിച്ചതാണ്. അങ്ങനെ നിൽക്കും അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി കേട്ടോ. നല്ലൊരു കഥാപ്രസംഗ രംഗത്ത് ഒരുപാട് ഉയർച്ചയൊന്നും കിട്ടാതെയാണ് MA അസീസ്ക നമ്മളെ വിട്ടു പോയത്. അപ്പം MA അസീസ്കയെ ഓർത്തതിൽ മോൾക്ക് അദ്ദേഹത്തിൻ്റെ പാട്ട് എടുത്തതിൽ ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ്. മോൾ നന്നായി പാടി കേട്ടോ, മനോഹരമായിട്ട് പാടി. ഹൈ 3 സ്ഥലത്തും അനുപല്ലവിയിലെ ഹൈ എത്തുമ്പോൾ ഞാനിങ്ങനെ തെറിച്ചോ മോൾക്ക് തോന്നിയോ? ഞാനിങ്ങനെ സംശയിച്ചു, കാരണം അത്ര ഹൈ ആണ് ആ 3 സ്ഥലവും അല്ലേ? 3 സ്ഥലവും അത്ര ഹൈ ആണ്. പക്ഷെ മോള് 3 അനുപല്ലവിയും ഒരു പ്രശ്നമില്ലാതെ പാടി എത്തിച്ചു. ഭംഗിയായിട്ട് പാടി കേട്ടോ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസ്ക. ഷബ്നം ബ്യൂട്ടിഫുൾ, താങ്ക് യു. നന്നായിട്ട് പാടി. ഇന്ന് മോള് കോൺഫിഡൻ്റ് ആയിരുന്നു അല്ലേ? പാടാൻ വന്നപ്പോഴും എന്ത് പറ്റി? നല്ല പഠിച്ച പാട്ടായിരുന്നു അല്ലേ? അല്ലേ? ആണോ? ഇവിടുന്ന് ഒരു ശബ്ദം കേട്ട് അതാ. എത്ര പ്രാവശ്യം ഇത് എത്ര ദിവസം എടുത്തു പഠിച്ച്? ഒരാഴ്ച. നേരത്തെ കേട്ട് ശീലമുള്ള പാട്ടായിരുന്നോ? അല്ല. പക്ഷെ മോള് ഈ പാട്ടത് അതിൻ്റെ ഒരു രീതിക്ക് തന്നെ ഈ പാട്ട് മോള് പാടിയിട്ടുണ്ട്. നല്ല സിൻസിയാരിറ്റിയോട് കൂടി തന്നെ പഠിച്ചു. അത് പാട്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഹൈ പോർഷൻ രണ്ടാമത് ഹൈയിൽ പോകുന്നില്ലേ? രണ്ടാമത് ഹൈയിൽ പോകുന്നിടത്ത് ഒരു ചെറിയ ഒരു എന്തോ എന്ന് മനസ്സിലാവുന്നില്ല, എന്തോ ഒരു ചെറിയ സ്ട്രെയിൻ പോലെ തോന്നി. അതേ ഉള്ളൂ. വേറെ പാട്ടൊക്കെ നന്നായിരുന്നു. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ കേട്ടോ. ശരി, താങ്ക് യു ഷബ്നം. സജ്ല അഞ്ജലി, ഞാൻ വീണ്ടും പറയേണ്ട ആവശ്യമില്ല. ആലപ്പുഴയിലെ പ്രഗത്ഭരായ വ്യക്തികളിൽ ഒരാൾ MA അസീസ്ക. അദ്ദേഹത്തിന് വേണ്ടി മോൾ ഈ പാട്ട് സമർപ്പിക്കുന്നു അല്ലേ? നന്നായി പാടിയിട്ടോ. മോള് മോശമാക്കാതെ പാടിയിട്ടുണ്ട്. എനിക്ക് ഈ പാട്ടിൽ 3 സ്ഥലങ്ങളെ ഞാനിവിടെ എഴുതി വെച്ചിട്ടുള്ളൂ. മോൾക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് വന്ന പോർഷൻസ് പറഞ്ഞ പോലെ തന്നെ അനുപല്ലവിയിലെ ഹൈ, ചരണത്തിലെ ഹൈ, അനുചരണം എത്തിയപ്പോൾ കുറച്ചും കൂടെ ഒന്ന് സ്ട്രെയിൻ കൂടി. ആ ഒരു സ്ഥലം എത്തിയപ്പോൾ വെള്ളി വരുമോ, ചെറിയൊരു ഷിവറിങ്, അങ്ങനത്തെ ഒക്കെ ഒരു പ്രശ്നം. ഹൈ മെയിനായിട്ട് മോള് ഹൈ പോർഷൻസിൽ ഹൈയിൽ പാടിയിട്ട് ശീലിക്കും കേട്ടോ. കുറച്ച് മോൾക്ക് ബേസ് പോർഷനൊന്നും കുഴപ്പമൊന്നുമില്ല, മോള് പാടുന്നുണ്ട്. ഈ ഹൈയിൽ വരുന്ന ഒരു സ്ട്രെയിൻ മാറ്റാൻ എന്താ ചെയ്യേണ്ടത്? ഹൈയിൽ പാടി പ്രാക്ടീസ് ചെയ്യും കേട്ടോ മോള്. എന്നിട്ട് ആ ഒരു പ്രശ്നം മാത്രമേ ഇതിൽ തോന്നിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ മോള് നന്നായിട്ട് പാടിയിട്ടുണ്ട്. അത് അടുത്ത പ്രാവശ്യം നമുക്ക് ക്ലിയർ ചെയ്തിട്ട് വരാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സജ്ല. അപ്പോൾ അഞ്ജലിയുടെ ഈ പെർഫോമൻസിനെ കുറിച്ച് നമ്മുടെ ജഡ്ജസിൻ്റെ അഭിപ്രായം കേട്ടു. ഇനി നമുക്ക് മാർക്ക് ചോദിച്ചറിയാം. ഫിറോസ്ക 40-ൽ എത്ര മാർക്കാണ്? 39 on 40. 39 മാർക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇനി സജ്ല on 30. 28.5. 28.5. ഷബ്നം 29. സോ ടോട്ടൽ മാർക്സ് 96.5. 96.5 മാർക്കാണ്. അപ്പോൾ MA അസീസ്കയ്ക്കുള്ള നല്ലൊരു സമർപ്പണം നമ്മൾ ആസ്വദിച്ചു. മാർക്ക് കിട്ടി.
ഒരുപാട് നന്ദി അഞ്ജലിക്കുട്ടി. താങ്ക് യു. ലാമിയ സിൽക്സ് കുട്ടിപ്പട്ടുറുമാൽ സീസൺ 2 സെലിബ്രേറ്റഡ് ബൈ മരിയാസ് പിക്കിൾസിന്റെ നോമ്പുകാലം റൗണ്ടിൽ ഇനി പെർഫോം ചെയ്യാനായി എത്തുന്നു നിഹില. ഹായ് നിഹില. ഹായ് അലീന. നോമ്പുകാലം റൗണ്ടിൽ ഏത് പാട്ടാ പാടാൻ പോണേ? ലബ്ബൈക്ക പാടുന്നു. രണ്ടുപേര് പാടാമോ? പിന്നെന്താ, പാടാലോ. ലബ്ബൈക്ക പാടുന്നു ജനക്കൊടിയടങ്കലും ഉടനടക്കും ലക്ഷം ഇലാഹിന്റെ പുരുത്തത്തിനൊരുങ്ങിക്കൊണ്ട് ജപുതി നടക്കും. ഉള്ളു തുടിച്ച് കൊതിച്ച് വിളിച്ച് ജയിച്ച് മതിച്ചുടനോർത്ത് രസിച്ച് പതിമക്ക തടുത്തിടുന്നേ റബ്ബിൻ ഉദിബൈത്ത് നടത്തിടുന്നേ കൽവി പെരുത്ത മുഹബത്തോടെ ഒരുത്തനെ തേടി മിണ്ടാനി മിണ്ടാനി ഗുണം പൂണ്ടാനി. നല്ല പാട്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്. നിഹില വളരെ ബ്രൈറ്റ് ആയിട്ട്, എന്താണ് റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലുള്ള കോസ്റ്റ്യൂം, ഇത് നിഹില കുട്ടിക്ക് ഇഷ്ടപ്പെട്ടെടുത്തതാണോ? ആണ്. ഈ കളർ ഇഷ്ടമാണ്, ഈ കോമ്പിനേഷൻ ഇഷ്ടമാണ്. കൊള്ളാം, നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട്. അപ്പോൾ ഈ സുന്ദരി കുട്ടി ഇന്ന് ഏത് പാട്ടാണ് സുന്ദരമായിട്ട് പാടാൻ പോകുന്നത്? ലബ്ബൈക്ക പാടും നോമ്പുകാലം റൗണ്ടിൽ അല്ലേ? അപ്പോൾ പാട്ട് പാടാൻ റെഡിയായി വന്നിരിക്കുന്ന സുന്ദരിക്കുട്ടിക്ക് പ്രേക്ഷകരുടെയും ജഡ്ജസിൻ്റെയും നമ്മുടെ എല്ലാവരുടെയും എല്ലാ വിശ്വസും നന്നായി പാടും. മിണ്ടാനി
നിഹിലക്കുട്ടി നന്നായി പാടിയോ? അതറിയില്ല. എന്താ പറ്റിയ ഇടയ്ക്കൊന്ന് 2 പ്രാവശ്യം? ഞങ്ങളെല്ലാവരും ഇങ്ങനെ വളരെ അതിശയിച്ച് എന്ത് ഭംഗിയായിട്ട് നിഹില പാടുന്നു എന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് ഇടയ്ക്ക് വെച്ച് ചെറിയൊരു പ്രശ്നം. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നു അല്ലേ? സാരമില്ല മോളൂ, അത് ഈ പാട്ടിൻ്റെ ഇടയിൽ സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോകുന്ന കാര്യം. അപ്പോൾ എന്തായാലും നമുക്കിനി ജഡ്ജസിനോട് തന്നെ ചോദിച്ചറിയാം നിഹിലയുടെ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഫിറോസ്ക. നിഹിലക്കുട്ടി, ഓ എന്താ ഡ്രസ്സൊക്കെ മണവാട്ടിയായിട്ടുണ്ട്. മോള് നല്ല ടഫ് സോങ്ങാണ് എടുത്തതല്ലേ? അക്ഷരങ്ങളുടെ കസർത്താണ് ഈ പാട്ടിൽ. ഈ പാട്ടിൻ്റെ വിഷയം ശരിക്കും പഠിച്ചോ? റംസാൻ റൗണ്ടിലാണ് മോൾ ഈ പാട്ട് പാടിയത് അല്ലേ? റമദാൻ്റെ പാട്ടുകൾ. അപ്പോൾ അതിൽ നമ്മൾ പറയപ്പെട്ട വിഷയങ്ങളിൽ ഹജ്ജിനൊരു പ്രാധാന്യമുണ്ട് അല്ലേ? പിന്നെ നമ്മളിപ്പോൾ റംസാൻ കടന്ന് ഇപ്പോൾ നിൽക്കുകയാണ് അല്ലേ? റംസാനൊക്കെ കടന്നു, പെരുന്നാളൊക്കെ കടന്ന് ഇപ്പോൾ നിൽക്കുന്നു നമ്മൾ. ഈ സമയത്ത് ഇനി നമ്മൾ കടന്നു പോകുന്നതും ബലിപെരുന്നാളിനോട് ബന്ധപ്പെട്ട് എവിടേക്കാണ്? ബലിപെരുന്നാളിനോട് ബന്ധപ്പെട്ടാണ് ഏത് കർമ്മം? ആ കർമ്മത്തിൻ്റെ ഒരു ഭാഗമാണ് ഹജ്ജ് അല്ലേ? ആ ബലിപെരുന്നാൾ നമ്മൾ ആഘോഷിക്കുന്നതിൻ്റെ തലേ ദിവസമാണ് ഏത് ദിനം? ഹജ്ജിൻ്റെ ദിനം, അറഫ ദിനം എന്ന് പറഞ്ഞല്ലേ? അന്ന് നമ്മൾ നോമ്പെടുക്കും അല്ലേ? ആ ദിവസം നമ്മൾ സ്പെഷ്യൽ നോമ്പെടുക്കും അല്ലേ? സ്പെഷ്യൽ നോമ്പെടുക്കും മുസ്ലിം സമൂഹം. പിന്നെ പിറ്റേ ദിവസം ആ ഹജ്ജ് അവിടെ നടന്നു കഴിഞ്ഞാൽ, ആ പുണ്യകർമ്മം അവിടെ നടന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മളൊരു ആഘോഷമായിട്ട് നമുക്ക് അനുവദിച്ചതാണ്, ദൈവം അനുവദിച്ചതാണ് ബലി പെരുന്നാൾ അല്ലേ? ബലി കൊടുത്തിട്ട് വലിയ പെരുന്നാൾ എന്ന് നമ്മൾ പറയും സാധാരണ. ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാൾ, ബലി പെരുന്നാളാണ്. അപ്പോൾ ആ ആഘോഷത്തിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു ആഘോഷം കഴിഞ്ഞു. അപ്പോൾ ഇത് 2 സ്ഥാനത്തും പ്രാധാന്യമുള്ളൊരു വിഷയമാണ് മോളെടുത്ത് പാടിയത് അല്ലേ? റംസാൻ റൗണ്ടിൽ ഹജ്ജ്. പിന്നെ മോള് 3-4 പ്രാവശ്യം ഉമിനീര് അല്ലേ? ഉമിനീര് ഇറങ്ങിപ്പോയി. അതിങ്ങനെ അറിയാതെ, ആ പാട്ടിൻ്റെ ഒരു ബുദ്ധിമുട്ടാണത് മോളെ കേട്ടോ. മോൾ കുഞ്ഞാളല്ലേ? അപ്പോൾ അതിങ്ങനെ പാടി വരുമ്പോൾ അക്ഷരങ്ങളുടെ ആ കസർത്ത് ഇങ്ങനെ പാടി വരുമ്പോൾ പെട്ടെന്ന് അല്ലേ പ്ലാറ്റ്ഫോമിൽ പാടുമ്പോൾ വന്ന ബുദ്ധിമുട്ടാണ്. ഗ്രൂമിങ്ങിനൊക്കെ ഇങ്ങനെ വന്നോ? ബഷീർക്കും അഷ്റഫിക്കൊക്കെ പാടി കൊടുക്കുമ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ട് വന്നോ മോൾക്ക്? ഇല്ല, അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ അത് സ്റ്റേജിൽ പാടുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ടാണ്. പല കുട്ടികൾക്കും ഇപ്പം അതുണ്ട്. ഞങ്ങൾ ഒരുപാട് കുട്ടികളോട് പറഞ്ഞല്ലോ അങ്ങനെ. അപ്പോൾ മോൾക്ക് ആ ഒരു ബുദ്ധിമുട്ടാണ് വന്നത്. എന്നാലും അത് മത്സരം എന്ന നിലയിലാണ് ഞങ്ങൾ വിലയിരുത്തി കാണുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രയാസം. എന്നാലും നോക്കാം നമുക്ക് അല്ലേ? എല്ലാ കുട്ടികളോടും ഞങ്ങൾ ഒരുപോലെയാണ് നീതി പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മോള് പാട്ട് മോശമില്ല, അത് പാടി കേട്ടോ. ബെസ്റ്റ് ഓഫ്. താങ്ക് യു ഫിറോസ്ക. ഇനി സജ്ല. നിഹില മോളെ നല്ലൊരു കുഞ്ഞി തത്തമ്മ കുട്ടിയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. മോളിത് പാടുമ്പോൾ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലൊക്കെ എനിക്ക് ഓർമ്മ വന്നു. ആ ഒരു സ്റ്റൈൽ സിംഗിങ്. മോൾക്ക് യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ കിട്ടാറുണ്ടോ? പ്രൈസ് കിട്ടാറുണ്ടോ? തിളങ്ങുന്ന കുട്ടിയാണ് അല്ലേ? ഫസ്റ്റാണോ? അതിവിടെ കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ആ ഒരു ടൈപ്പ് സിംഗിങ് ആയിരുന്നു കേട്ടോ. കുഴപ്പമില്ലാണ്ട് മോള് പാടി. പിന്നെ എന്താണ് മെയിൻ പ്രശ്നം? വിഴുങ്ങിപ്പോലെ അല്ലേ? പല്ലവിയിലൊന്ന് വിഴുങ്ങി, പിന്നെ കുറേ പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്തു, 4-5 പ്രാവശ്യം അങ്ങനെ വന്നു. എന്താണ് മോൾക്ക് അങ്ങനെ വരാനുള്ളൊരു പ്രശ്നം എന്താണ്? പാട്ടിൽ കൊടുക്കേണ്ട ആ ഒരു ശ്രദ്ധ, ആ ഒരു കോൺസെൻട്രേഷനെക്കാട്ടും കൂടുതൽ മോള് മൈൻഡ് കൊടുക്കുന്നത് അയ്യോ ഇപ്പോൾ വിഴുങ്ങിപ്പോവോ എന്നുള്ള മൈൻഡ് കൂടുതൽ അവിടെയാണ് പോകുന്നത്. അങ്ങനെ വരുമ്പോൾ എന്തായാലും വിഴുങ്ങിപ്പോവും. അതെനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പറയുക. ഒരു പേടിച്ചിട്ട് നമ്മളിപ്പോൾ പാടുമല്ലോ, എന്തായാലും ഇപ്പോൾ വിഴുങ്ങിപ്പോന്നുള്ള ടെൻഷൻ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും വിഴുങ്ങും. ആ ഒരു പ്രശ്നമാണ് മോൾക്ക് വരുന്നത്. അപ്പോൾ മോൾ അത് എന്തായാലും മൈൻഡിൽ നിന്ന് വിട്ടേ പറ്റുള്ളൂ. എനിക്ക് ഫ്രീ ആയിട്ട് പാടാൻ പറ്റുമെന്ന് കരുതി തന്നെ മോൾ പാടണം, ഇല്ലെങ്കിൽ ഈ പ്രശ്നം വന്നുകൊണ്ടേയിരിക്കും കേട്ടോ. പിന്നെ ഒരു കാര്യം ഇതുവരെ ശരിയാക്കിയിട്ടില്ല. പൂണ്ടാനേന്ന് പാടേണ്ടത് പൂണ്ടാനീന്ന് തന്നെയാണ് ഇപ്പോഴും കേൾക്കുന്നത്. മോളുടെ ഒരു നെയ്സൽ ടോണാണ്, അതാണ് ഒരു പ്രശ്നം. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടണം കേട്ടോ അങ്ങനെ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ തന്നെയുള്ളൂ മോളെ. ടോട്ടലി മോള് നന്നായിട്ട് പാടി. ബെറ്റർ ലൈക്ക് നെക്സ്റ്റ് ടൈം കേട്ടോ. താങ്ക് യു സജ്ല. ഷബ്നം. നിഹില നല്ല ബ്രൈറ്റായിട്ടാണ് ഇന്ന് വന്നത്. ഞാൻ വിചാരിച്ചു നല്ല കോൺഫിഡൻ്റ് ആണല്ലോ എന്നിങ്ങനെ വിചാരിക്കുകയായിരുന്നു. കോൺഫിഡൻ്റ് ആയിട്ട് എന്നെ പാടുകയും ചെയ്തു. നന്നായിരുന്നു പാടിയത്. ഈ ടഫായിട്ടുള്ള സോങ്ങാണ്. ഇതിൽ മോളുടെ ഒരു ഏജിൽ ഇത്രയും തന്നെയാണ് പാടേണ്ടത്. നന്നായിട്ട് മോള് പാടി, എല്ലാ ഭാഗങ്ങളും അത്യാവശ്യം നന്നായിട്ട് പാടി. പ്രൊനൗൺസിയേഷൻ്റെ പ്രശ്നങ്ങളല്ലാതെ ബാക്കിയെല്ലാം പാടി. പിന്നെ ഇനിയിപ്പം ഈ ഉമ്മുനീരിന് നമ്മൾ എന്താ ചെയ്യുക? ഇപ്പം നമ്മൾ കുട്ടികളെല്ലാം കൂടെ ഇതിനെതിരെ ഒരു യുദ്ധം ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ ഉമ്മുനീരിൻ്റെ പ്രശ്നം എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത്? എന്താണ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക്? പറ.
പഠിക്കും. പാട്ട് പഠിച്ചിട്ടല്ലേ വന്നത്? പാട്ട് പാടി പഠിച്ചാൽ ഉമ്മനീര് വരാതിരിക്കുമോ? സ്റ്റേജിൽ നിന്ന് പാടുന്നതിൻ്റെ പ്രശ്നമാണല്ലേ? ടെൻഷൻ ഉണ്ടോ മോളെ? എനിക്ക് മോളെ വന്ന് കണ്ടപ്പോൾ അങ്ങനെ തോന്നിയില്ല. ശരിക്കും ഉണ്ടോ മോൾക്ക് ടെൻഷൻ? ഇല്ല. പിന്നെന്താ അത് വന്നത്? ഇതില്ല, കറക്റ്റ് സമയത്ത് വരണേന്ന് പറഞ്ഞു വെച്ചിട്ട് വരുന്ന പോലെയാണ് ഇപ്പോൾ വരുന്നത്. കറക്റ്റായിട്ട് പല്ലവിയിലൊരെണ്ണം, അനുപല്ലവിയിലൊരെണ്ണം, ചരണത്തിലൊരെണ്ണം. വന്നില്ലെങ്കിൽ മോശമാണല്ലോ എന്നുള്ള രീതിയിൽ. ഈ പെർഫോമൻസിന് തൊട്ട് മുന്നേ ഉള്ള വെള്ളം കുടിക്കുന്നതുണ്ടല്ലോ, അത് നമ്മൾ സ്റ്റുഡിയോയിലാണെങ്കിൽ ഓക്കെ. സ്റ്റുഡിയോ സിംഗിങ്ങിലാണെങ്കിൽ നമുക്ക് ജസ്റ്റ് മുന്നേ വെള്ളം കുടിച്ചിട്ട്, കാര്യം അവിടെ കട്ട് ചെയ്ത് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ജസ്റ്റ് പെർഫോമൻസ് നമ്മളിപ്പം ഓൺ സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ അതിന് തൊട്ട് മുന്നേ വെള്ളം കുടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ വോക്കൽ കോഡിന് അത് ഇങ്ങനെ ക്ലിയർ ചെയ്യാൻ പറ്റില്ല പെട്ടെന്ന്. എന്നിട്ട് ഉടനെ നിങ്ങൾ പാടുന്നുണ്ടേ, ടെൻഷൻ ഇല്ലാത്ത കുട്ടികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, ചിലപ്പോൾ അതിനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്, ഈ ഉമിനീര് വിഴുങ്ങാനുള്ള ഒരു ടെൻഡൻസി വരും കേട്ടോ. എന്തായാലും മോക്ക് ഇനി അങ്ങനെ വരാതിരിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഓക്കെ, താങ്ക് യു ഷബ്നം. നീലക്കുട്ടി ഭയങ്കര കൂളാണ്. എന്ത് സംഭവിച്ചാലും ഒരു പ്രശ്നവും. നീലക്കുട്ടി വളരെ കോൺഫിഡൻ്റ് ആണ്. അപ്പോൾ അതായത് അടുത്ത പെർഫോമൻസിന് വരുമ്പോൾ ഇനി ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളതാണ് അല്ലേ? അതല്ലേ അങ്ങനെ മനസ്സിലാക്കേണ്ടത് നമ്മൾ അല്ലേ? ഓക്കെ, അപ്പം നമുക്കിനി മാർക്ക് ചോദിച്ചറിയാം. ഷബ്നം 30-ൽ എത്ര മാർക്കാണ് നീലയ്ക്ക് നൽകുന്നത്? 29. 29 on 30. ഫിറോസ്ക 40-ൽ എത്ര മാർക്കാണ്? മോൾക്ക് 38. 38 മാർക്സ് ആണ് ലഭിച്ചിരിക്കുന്നത് 40-ൽ. ഇനി സജില 28. 28 on 30. സോ ടോട്ടൽ മാർക്സ് കിട്ടിയിരിക്കുന്നത് 95. 95 മാർക്കാണ് നിഹിലയുടെ പെർഫോമൻസിന് നമ്മുടെ ജഡ്ജസ് നൽകിയിരിക്കുന്നത്. അപ്പോൾ നിഹിലക്കുട്ടി കുറച്ചും കൂടെയൊക്കെ മാർക്ക് സ്കോർ ചെയ്യാമായിരുന്നല്ലേ? പക്ഷെ എന്താ ചെയ്യുക, ചെറിയ ചില പ്രശ്നങ്ങൾ വന്നു. സാരമില്ല, നമ്മൾ അടുത്ത തവണ 100 on 100 വാങ്ങിച്ച് മുന്നേറുന്നതാണ്. ഓക്കെ, താങ്ക് യു മോളെ. അസർ, നിഹില ആൻഡ് അഞ്ജലി, നമ്മുടെ 3 പാർട്ടിസിപ്പൻസും എത്തിക്കഴിഞ്ഞു. സ്റ്റാർ ഓഫ് ദ എപ്പിസോഡ് ആകുന്നത് ഒരു ആൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടിക്കുള്ള സമ്മാനം നൽകുന്നത് ക്ലാസിക് മെൻസ് വെയർ അങ്കമാലിയും, ഒരു പെൺകുട്ടിയാണെങ്കിൽ ആ ഗേളിനുള്ള സമ്മാനം നൽകുന്ന പ്രിൻസ് പട്ടുപാവാട എറണാകുളവുമാണ്. അപ്പോൾ നമ്മുടെ 3 പാർട്ടിസിപ്പൻസും എത്തിക്കഴിഞ്ഞു. ഇനി സ്റ്റാർ ഓഫ് ദ എപ്പിസോഡിനെ ഡിക്ലെയർ ചെയ്യാനായി ഈ കുട്ടികൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പട്ടുറുമാൽ വിന്നറും അതോടൊപ്പം നമ്മുടെ കുട്ടികളുടെയൊക്കെ ഗ്രൂമറും അവരുടെ നല്ലൊരു ഫ്രണ്ടും ഒക്കെ ആയ ബഷീർ ക. ഒരുപാട് കളറുകൾ നമുക്ക് സമ്മാനിച്ച, അല്ലെങ്കിൽ ഒരു 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 പരിശുദ്ധ ഹജ്ജിൻ്റെ ഓർമ്മ നമ്മെ ഒരു വട്ടം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ അമ്പരപ്പിച്ച ഒരു പാട്ടുകാരിയാണ്, ഒരു കൊച്ചു പാട്ടുകാരിക്കാണ് ഇപ്രാവശ്യം സ്റ്റാർ ഓഫ് എപ്പിസോഡ് എന്നുള്ളൊരു പദവി കിട്ടുന്നത്. അത് നിഹിലയ്ക്കാണ്. സോ നല്ലൊരു കയ്യടിയാവാം. നിഹിലക്കുട്ടി നമ്മുടെ സ്റ്റാർ ഓഫ് ദ എപ്പിസോഡ് ആയിരിക്കുകയാണ്. ജനക്കൊടിയടങ്കലും ഉടനടുക്കുന്നു ലക്ഷ്യം നീലാഹിന്റെ പൊരുത്തത്തിനൊരുങ്ങിക്കൊണ്ട് ജപൂതി നടക്കും. ഉള്ളു തുടിച്ച് കൊതിച്ച് വിളിച്ച് ജയിച്ച് മരിച്ചിടാനോർത്ത് കൊതിച്ച് പതിമക്ക തടുത്തിടുന്നേ റബ്ബിനൊതി പത് നടത്തിടുന്നേ അൽബി തിരുത്ത മുഹബത്തോടെ ഒരുത്തനെ തേടി മിണ്ടാനേ മിണ്ടാനേ ഗുണം പൂണ്ടാനേ പാടുന്നു ജനക്കൊടിയടങ്കലും ഉടനടുക്കും ലക്ഷ്യം നീലാഹിന്റെ പൊരുത്തത്തിനൊരുങ്ങി